നമുക്ക് കുറച്ച് കൃഷിസ്ഥലമുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. മഴയായതുകൊണ്ട് ഇത് കുറച്ച് ദിവസമായിട്ട് കയറിപ്പോയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. നമുക്ക് നമ്മുടെ പാട്ടത്തിനെടുത്ത കൃഷിസ്ഥലം വരെ ഒന്ന് പോയിട്ട് വരാം. നമുക്കുള്ള ലോഡ് വരുന്നുണ്ട്. അവിടെ ഏലമായിരുന്നു കൃഷി. നമുക്ക് കുറച്ച് വാഴയുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് വാഴ കന്ന് പറഞ്ഞിട്ടുണ്ട് പിക്കപ്പിന്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി അതൊന്ന് ഇറക്കിയെല്ലാം റെഡിയാക്കിയിട്ട് വരാം. നമുക്കുള്ള വാഴവിത്തുമായിട്ടുള്ള വണ്ടി വരുന്നുണ്ട്. നമുക്ക് ആ വണ്ടിയുടെ കൂടെ നമുക്ക് മുന്നേ പോകാം. മഴയാണല്ലോ. അതാ വയ്യ ഇറങ്ങിപ്പോകുന്നുണ്ടോ? നമ്മളെ വണ്ടി ഇറക്കിക്കൊണ്ട് വന്നാലേ താഴ്ച വെച്ചിട്ട് ഇങ്ങോട്ട് കയറി വരികയല്ലോ. ഉണ്ടോ തെന്നി പോവും. ഇത് നമ്മുടെ ബൗണ്ടറി റോഡാണ്. തമിഴ്നാടിൻ്റെ ബൗണ്ടറിയാണ് വലത്തെ സൈഡ്. കുഞ്ഞി അമ്മ അവരൊക്കെ എന്തിയാ കുഞ്ഞി? നടന്നു വരുന്നേ ഉള്ളല്ലേ? ഒന്നാ വരട്ടെ. നമുക്കേ ഇവിടെ നിർത്തിയിട്ടേ അവിടെ ചേർത്ത് നിർത്താം. എന്നിട്ട് എങ്ങോട്ട് ഇറക്കിയിടാം. ഇങ്ങോട്ട് ചേർന്ന് ഓടും. മതി. അണ്ണാ ആ സൈഡ് എടുത്തു വിട്ടോ. അണ്ണാ ആണോ? ഇവിടെ ഇവിടെ ഉണ്ട്. தூக்கி போடா. இல்ல தள்ளாது அந்த வண்டி வராது. இல்ல இந்த இடத்துல இருந்து இறக்கி விடாமே. அந்த வண்டி வராது. ஒரு 50 கட்டு எச்சா போட்டுட்டேன் சேட்டா. 50 என்னமா? ஆமா. சரி நான் கேட்காமே போட்டுட்டேன். சேட்டு நீ ஆடு போ. நீ போட்டு എനിക്കറിയാൻ മേലാത്ത പിക്കപ്പുകാരനാണ്. ഇതുപോലെ വെയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ വാഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വാഴ കംപ്ലീറ്റ് മൊത്തത്തിൽ പറിച്ച് കളഞ്ഞേച്ച് ഏലം നല്ലപോലെ കയറ്റി. ഏലം വെച്ച് കുറേ നല്ല ഏലം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ബാക്കിയും കൂടെ നമ്മൾ വെച്ചെല്ലാം റെഡിയാക്കി വന്നപ്പോഴത്തേക്കിന് ഈ വർഷം ഭയങ്കര വെയിലായി പോയതോടുകൂടി മൊത്തം ഏലം ഏകദേശം ഒരു 90% ഏലം പോയി. ഇനിയിപ്പം കുറച്ച് ഏലം വന്നിപ്പോളൂ. അതും എടാ അകത്തോട്ട് മാറ്റിയിടാനാണ് പറഞ്ഞത്.
நாங்கள் பார்த்துக்கோம். നേരെ കണ്ടുമാ ஆமாம் இறங்குது. ശരി ശരി தண்ணி செய்யாது ஏதோ தள்ளிக்க. ഇല്ലെന്ന് അത് എടുത്തൊക്കെ തീരട്ടെ എന്നിട്ട് കുഞ്ഞി கொஞ்சம் அளவாட்டி உண்டு போதும். പോതുമാ 3 மணி. ഇവിടെ നല്ല കാറ്റാണേ. ഭയങ്കര കാറ്റാ. ആ ഈ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കാറ്റടിക്കും. ഇതിന് ആ ഒരു வேற മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ காற்றுக்கு பறந்து சான்ஸ் நல்லா செட்டா தாளங்கும் போது கொஞ்சம் தாங்கும். ஆமாம் அதை பார்த்துக்க. இங்கேருந்து போடுன்றாத இதுலேருந்து சொட்டையை பார்த்து போட்டு வருவோம். மறந்துக்கு சொல்லியே இல்லை. ഇതിന് വേണ്ടെന്നാ പറഞ്ഞത്. வயசாக இருந்தால் முக்கி விடு. നമ്മുടെ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് ലോഡുമായിട്ട് വന്ന പിക്കപ്പ് ഇനി മെയിൻ റോഡിൽ വരെ ഒന്ന് കയറ്റി വിടാൻ പോവുക കേട്ടോ. ഇത് ഭയങ്കര ഓഫ് റോഡാണ്. നമുക്ക് പോയി നോക്കാം. ഇവിടെ എന്നാ പറയുക, ഈ ഭയങ്കര പുല്ലായിട്ട് കിടക്കുവാണേ. ഈ വേറെ വണ്ടികളൊന്നും കയറി വരാത്തതുകൊണ്ടേ ഇത് അങ്ങോട്ട് ഇറങ്ങി പോകാനേ പറ്റത്തുള്ളൂ. തിരിച്ചിങ്ങോട്ട് കയറി വരുന്ന കാര്യം ജീവിതത്തിൽ ആലോചിക്കുക വേണ്ട. മഴ വെയിലാണെങ്കിൽ പോരുവേ. ആ മഴ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. ഞാൻ ഇന്നാൾ വന്നിട്ട് പിന്നെ തിരിച്ച് അവിടുന്ന് തന്നെ തിരിച്ച് അങ്ങോട്ട് പോകുമായിരുന്നു. അതെ 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 ഏതായാലും പുള്ളിയെ കണ്ടത് നന്നായി. അതിലിറങ്ങി പോകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തിരിച്ച് കയറി പോയി നോക്കാം. ഇനി അതിൽ കയറി പൊക്കോളൂ. എന്നാലും ഇവിടെ ഇച്ചിരി കാല് കൊടുത്ത് കയറി പോവാണെങ്കിൽ ചിലപ്പോൾ അങ്ങ് കയറി പൊക്കോളും ഒരേ പിടിയിൽ. ഈ കാണുന്നതാണ് ശതാവരി. ഇത് അച്ചാറിടാനും നല്ലതാണ് ഇതിൻ്റെ കിഴങ്ങ്. പിന്നെ ലേഹ്യം ഉണ്ടാക്കാനും വേറെ മരുന്നുകൾക്കൊക്കെ കൊള്ളാവുന്നതാണ്. ഇവിടെ വന്ന് നോക്കിയാൽ ഇതൊന്ന് കവാത്തെല്ലാം എടുത്തിട്ടേക്കുവാ. നല്ല കാറ്റുണ്ട്. നമ്മുടെ ഇതുപോലെ ഏലം ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ ഈ വർഷത്തെ വെയിലിന് നമ്മുടെ ഏലച്ചെടി മുഴുവൻ നശിച്ചു പോയി. നനയൊക്കെ കൊടുത്താൽ പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. ഉള്ളതിൽ ഏതൊരു 50% 60% ചെടി മുഴുവൻ നശിച്ചു പോയി. ഇനി പുതിയതായിട്ട് കൃഷി ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഈ പ്രാവശ്യം എന്തായാലും കുറച്ച് വാഴ കൂടി വെച്ച് നോക്കാമെന്നും കൊണ്ടാണ്. ഭയങ്കര വെയിലടിക്കുന്ന സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് വാഴയും കൂടെ വെച്ച് നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് വാഴക്കൊല കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ആ വാഴക്കൊല വിളഞ്ഞാണോ? ആണോ? ആ നോക്കാം. നാളെ വരുമ്പോൾ വെട്ടാമെന്ന്. നമ്മുടെ വാഴവിത്തെല്ലാം ഇറക്കി തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയേക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.